വിജിൻ ധനക്കമ്മി കുറച്ചു 41.01 കുറച്ചു. അത് കേരളത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ്. 2, സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിൻ്റേത് മെച്ചപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് 2025 എന്ന് പറയാവുന്ന തരത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തെ തഴയുമ്പോൾ അതിന് ബദലായി ഓരോ മേഖലയെയും സാമൂഹികക്ഷേമ സംബന്ധിയായത് മുതൽ വ്യവസായവും വ്യാപാരവും വിദ്യാഭ്യാസവും ആരോഗ്യവും അടക്കമുള്ള സുസ്ഥിര വികസനം സാധ്യമാക്കുന്ന എല്ലാ ഇടങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര ബജറ്റായി ഈ ബജറ്റിനെ കാണാമോ? അങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാനാകുന്നത്. അജിംഷാദ്, എന്തായാലും അങ്ങനെ തന്നെയാണ്. സർവ്വതല മേഖലയെയും സ്പർശിച്ച ബജറ്റ് എന്ന് തന്നെ പറയാം. ഈ ഘട്ടത്തിൽ ആദ്യം ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത് ഒരു വലിയ തരത്തിലുള്ള ധനപ്രതിസന്ധിയിൽ നിന്നുള്ള ഒരു ഉണർവിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് അവതരണത്തിൽ കടന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉടൻ വാർത്താസമ്മേളനം നടത്തുകയാണ് മീഡിയ റൂമിൽ. അല്പസമയത്തിനകം ആരംഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വിഭാഗങ്ങളിൽ അതിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുള്ള ആദ്യഘട്ട പദ്ധതി പ്രഖ്യാപിക്കുകയാണ് ധനമന്ത്രി ചെയ്തത്. അതിനുശേഷമാണ് മറ്റോരോ പദ്ധതികളിലേക്കും ധനമന്ത്രി കടക്കുകയും ചെയ്തത്. എന്തായാലും 2 മണിക്കൂറിന് മുകളിൽ എടുത്ത ബജറ്റ് പ്രസംഗത്തിൽ ഒക്കെയും കേരളത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പൂർണ്ണമായ പദ്ധതികൾ ഒക്കെയാണ് പ്രഖ്യാപിച്ചത്.